സാറേ ഞാൻ പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ. അപ്പൊ അത് പ്രകാരം തന്നെയാണ് ഈ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത്? അല്ല, നമ്മൾ പ്രോഫിറ്റും സക്കാത്തുമായിട്ട് ഒരു റിലേഷനും ഇല്ല. നമ്മളൊരു ബിസിനസിന്റെ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നമ്മൾ പരിഗണിക്കേണ്ടതേ ഇല്ല. പ്രോഫിറ്റ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മൾ സക്കാത്തിന് പരിഗണിക്കുന്നത് വേറെ ചില ഘടകങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ബിസിനസിന്റെ ലിക്വിഡിറ്റിയാണ് നമ്മൾ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് കൃത്യം ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം തികയുമ്പോൾ അന്ന് നമ്മുടെ സ്റ്റോക്ക്, നമ്മുടെ ഇൻവെന്ററി, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളെ ഈ ഷോപ്പിൽ നിങ്ങളെ സോഫ സെറ്റും നിങ്ങളെ ഫേർണിച്ചർ സെറ്റും ഇതൊക്കെ വിൽപ്പനക്ക് വെച്ചത് മാത്രം. ഇപ്പൊ നിങ്ങളുടെ സ്റ്റാഫ് ഉപയോഗിക്കുന്ന ടേബിൾ നമ്മൾ അതിലേക്ക് കൗണ്ട് ചെയ്യില്ല. ഇപ്പൊ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വിൽപ്പനക്ക് വേണ്ടി വെച്ച കംപ്ലീറ്റ് സ്റ്റോക്ക്, അതുപോലെ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാക്കുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതും അതിൽ ആഡ് ചെയ്യണം. റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ സ്റ്റോക്കാണ് നമ്മൾ എടുക്കുക. ആ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ എടുക്കുക. അതോടുകൂടെ നിങ്ങളെ കസ്റ്റമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ആ ദിവസം സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് കിട്ടാനുള്ള ഡെപ്റ്റേഴ്സ്, അതിന്റെ വാല്യൂ നമ്മൾ എടുക്കണം. അതോടൊപ്പം അന്നേ ദിവസം നിങ്ങളുടെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ഇങ്ങനെ നമ്മുടെ കറന്റ് അസറ്റിൽ വരുന്ന 3 എലമെന്റ്സ് ആണ്, 3 ഐറ്റംസ് ആണ് നമ്മൾ പരിഗണിക്കുക. 1 നമ്മുടെ സ്റ്റോക്ക്, 2 നമ്മുടെ ഡെപ്റ്റേഴ്സ്, 3 നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇതിന്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അതിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, അത് എത്രയാണ് കൊടുക്കേണ്ടത്? ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ മൈൻഡിൽ ആ ചോദ്യം വന്നോന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് 2.5 ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചിലർ ഇപ്പം ഈ അടുത്ത് എന്നോട് ചോദിച്ചത് നമ്മളെ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ കുറക്കണോന്ന്. ഇപ്പൊ സപ്പോസ് ഞാൻ ഈ പറഞ്ഞ 3 എടുത്തു, സ്റ്റോക്ക് എടുത്തു, ഡെറ്റേഴ്സിന്റെ വാല്യൂ എടുത്തു, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എടുത്തു. ടോട്ടൽ എനിക്ക് വരുന്ന എമൗണ്ട് സപ്പോസ് 10 lakh ആണ്. 10 lakhന്റെ 2.5, അത് ഏതാണ്ട് എല്ലാവർക്കും അറിയാം. 2.5 അതായത് 25,000 രൂപ. 25,000 രൂപയാണ് സക്കാത്ത് വരുന്നത്. പക്ഷെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്റെ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കുറക്കണോ എന്ന് വെച്ചാൽ ഞാൻ ആർക്കൊക്കെയാണോ ക്യാഷ് കൊടുക്കാനുള്ളത്, ഇപ്പൊ റോ മെറ്റീരിയൽസ് ഇറക്കിയ വകയിൽ, നിങ്ങൾ ഫേർണിച്ചർ ഇറക്കിയ വകയിൽ, പ്ലൈവുഡ് ഇറക്കിയ വകയിൽ, അല്ലെങ്കിൽ ലെതർ ഇറക്കിയ വകയിൽ, സപ്പോസ് നിങ്ങളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. അപ്പൊ അവിടെ അവർക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കാനുണ്ട്, ഒരു 1 lakh കൊടുക്കാനുണ്ട്. അപ്പൊ 10 lakhൽ നിന്ന് ഈ 1 lakh കുറക്കണോ എന്നൊരു സംശയം ഉണ്ടാവാറുണ്ട്. അതില്ല. മറിച്ച് ഈ 3 ഐറ്റംസ് മാത്രമാണ് നമ്മൾ എടുക്കുക. ഈ 3 ഐറ്റംസിന്റെ ടോട്ടൽ വാല്യൂ എടുക്കുക. അതിന്റെ 2.5%. ഇതാണ്. ഇല്ല, നമ്മൾ ക്രെഡിറ്റേഴ്സ് കുറക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് നഷ്ടം ഉണ്ടായി അതും കുറക്കേണ്ട ആവശ്യമില്ല. ലാഭം കിട്ടാനുള്ളത് കൂട്ടണം. നമ്മുടെ ഡെറ്റേഴ്സിനെ നമ്മൾ കൂട്ടണം. അത് തന്നെ ഡെറ്റേഴ്സ് സപ്പോസ് നമുക്ക് ഇന്നേ ദിവസമാണ് നമ്മൾ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഡെറ്റേഴ്സിന്റെ വാല്യൂ സപ്പോസ് ഒരു 1 lakh ആണ്. അത് നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ ആ 1 lakhൽ തന്നെ നിങ്ങളുടെ വണ്ടിക്ക് എണ്ണ അടിക്കാനും നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനും നിങ്ങൾക്ക് മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാനൊക്കെ ആയിട്ട് ഒരു 10,000 രൂപ നീക്കി വെക്കുകയാണെങ്കിൽ അത് കൂട്ടേണ്ട ആവശ്യമില്ല. ബിസിനസിന്റെ പേർപ്പസിലേക്ക് വരുന്ന ഡെറ്റേഴ്സിന്റെ വാല്യൂ മാത്രമേ നമ്മൾ കൂട്ടേണ്ടുള്ളൂ. പേഴ്സണൽ ആയിട്ട് നമ്മൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് നമ്മളെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ സപ്പോസ്, അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഞാൻ പറഞ്ഞല്ലോ, അത് ബിസിനസിന്റെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് മാത്രമാണ്. അതിൽ നിങ്ങളുടെ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അതും സക്കാത്തിന് പരിഗണിക്കേണ്ടില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ സക്കാത്തിന് ഒരു പക്ഷേ ഒരു വർഷം തികയുന്ന ഡെപ്പോസിറ്റ് ഒക്കെ ആയി വരികയാണെങ്കിൽ അത് വേറെ വിഷയമാണ്, അത് പരിഗണിക്കേണ്ടി വരും. അല്ലാതെ ബിസിനസിന്റെ സക്കാത്തിൽ അത് പരിഗണിക്കേണ്ടി വരില്ല. ഒരു ക്ലാരിറ്റി വന്നല്ലോ. ഓക്കെ. പക്ഷെ ഇതിവിടെ എന്റെ പ്രേക്ഷകരോടൊരു കാര്യം പറയാനുള്ളത്, പലരും റമദാൻ മാസമാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് കരുതി വെക്കുന്നുണ്ട്. നല്ലതാണ്, റമദാൻ മാസമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ബിസിനസ് തുടങ്ങിയിട്ട് കൃത്യം ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം തികയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പം എന്റെ ഒരു ചോദ്യമാണ്, ഇപ്പൊ ഞങ്ങൾ ഓഗസ്റ്റിലാണ് തുടങ്ങിയത്, നെക്സ്റ്റ് ഓഗസ്റ്റ് വരുമ്പോ കൊടുക്കണ്ടല്ല? അവിടെ ഒരു വിഷയം, അറബി മാസമാണ് നോക്കേണ്ടത്. ബിസിനസ് തുടങ്ങുന്ന ആൾക്കാര് അറബി മാസം ഏത് ദിവസമാണ് തുടങ്ങുന്നത് എന്ന് നോക്കി വെച്ചാൽ വളരെ നല്ലതാണ്. അതേ അറബി മാസം ഏതാണോ ഡേറ്റ് ആ ദിവസമാണ് സക്കാത്ത് ഡ്യൂ ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും മറ്റുള്ളവരുടെ അർഹതപ്പെട്ട ക്യാഷ് ഞാൻ ബിസിനസ്സിലേക്ക് വിനിയോഗിക്കുന്ന ഒരു പ്രശ്നം അവിടെ വരും. അതുകൊണ്ട് റമദാൻ മാസമാണ് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. റമദാനും സക്കാത്തും അങ്ങനെ ഒരു ബന്ധമില്ല. അതേ സമയത്ത് സക്കാത്ത് റമദാനിലാണ് കൊടുക്കുന്നതെങ്കിൽ പ്രതിഫലം കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താ, ബിസിനസ് തുടങ്ങുന്ന ആള് റമദാൻ മാസം ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനൊരു റൊട്ടേഷൻ കിട്ടും. ഈ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, സക്കാത്ത് ഞാനത് പറയാൻ വിട്ടുപോയി. സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്കും ഡെറ്റേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഇന്നത്തെ ഒരു വില നിലവാരം വെച്ച്, മാർക്കറ്റ് വില നിലവാരം വെച്ച് നോക്കുമ്പോൾ 67,830 രൂപ, അതായത് 595 ഗ്രാം വെള്ളിയുടെ മൂല്യം ഉണ്ടാവണം. ഇപ്പൊ ഇന്ന് 114 രൂപയാണ് 1 ഗ്രാം വെള്ളിയുടെ
തുകയായിട്ട് വരുന്ന മാർക്കറ്റ് വില. അപ്പൊ വെള്ളിയുടെ 595 ഗ്രാം വെള്ളിയുടെ വില, മാർക്കറ്റ് വില, അത് അതാത് ദിവസങ്ങളിൽ എത്രയാണോ അത്രയും എമൗണ്ടോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു ചെറിയ തട്ടുകടക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറിയ കച്ചവടക്കാരൻ അവന്റെ ടോട്ടൽ സ്റ്റോക്കും ഡെറ്റേഴ്സ് എടുത്ത് നോക്കിയിട്ട് ആകെ ഒരു ഇന്നത്തെ വില പ്രകാരം ഒരു 50,000 ഉള്ളെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതിൽ കൂടുതൽ വരികയാണെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ചെറിയൊരു ക്ലാരിറ്റി ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.